ദുബൈയിലെ മഴയും വെള്ളക്കെട്ടും കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകളെയും ബാധിച്ചു. മിക്ക വിമാനങ്ങളും റദ്ദാക്കി. ദുബൈ വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ വരെ നിർത്തിവച്ചിരിക്കുകയാണ്. വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് കൊച്ചിയിൽ യാത്രക്കാരുടെ പ്രതിഷേധത്തിനും കാരണമായി. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് UAE നഗരങ്ങളിലേക്കുള്ള മിക്ക വിമാന സർവീസുകളും മഴയെ തുടർന്ന് റദ്ദാക്കി. റൺവേയിൽ വെള്ളം കയറി പ്രവർത്തനം അവതാളത്തിലായ ദുബൈ വിമാനത്താവളം ഇനിയും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല. ദുബൈയിൽ നിന്ന് ഇന്ന് പുറപ്പെടേണ്ട യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോലും വരേണ്ടതില്ല എന്നാണ് ദുബൈ എയർപോർട്ട് അറിയിച്ചത്. ചെക്ക് ഇൻ സംവിധാനം പോലും ദുബൈയിൽ നിർത്തിവച്ചിരിക്കുകയാണെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. അതിനിടെ യാത്ര റദ്ദായതോടെ എമിറേറ്റ്സ് വിമാനത്തിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാർ കൊച്ചി വിമാനത്താവളത്തിൽ പ്രതിഷേധിച്ചു. ടിക്കറ്റ് തുക തിരികെ നൽകുകയോ മറ്റൊരു ദിവസം ഇതേ നിരക്കിൽ യാത്ര പുനഃക്രമീകരിക്കുകയോ ചെയ്യണമെന്നായിരുന്നു യാത്രക്കാരുടെ ആവശ്യം. ടിക്കറ്റ് തുക ഉടൻ തിരികെ നൽകാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. നാട്ടിലേക്ക് പോകാൻ വെള്ളക്കെട്ട് മറികടന്നും ദുബൈ വിമാനത്താവളത്തിൽ എത്തിയവർക്കും ഇന്ന് നിരാശരായി മടങ്ങേണ്ടി വന്നു. മഴ ശമിച്ചെങ്കിലും UAE നഗരങ്ങളിൽ അനുഭവപ്പെടുന്ന രൂക്ഷമായ വെള്ളക്കെട്ട് റോഡ് ഗതാഗതവും അവതാളത്തിലാക്കിയിരിക്കുകയാണ്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 ദുബായ്. ഷിനോജ് ഷംസുദ്ദീനുണ്ട് വിശദമായ വിവരങ്ങൾ നൽകാൻ. ഷിനോജ, ഈ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിമാന സർവീസുകൾ, വ്യോമ സർവീസുകൾ ഉൾപ്പെടെയുള്ളവ എപ്പോഴായിരിക്കും പുനഃസ്ഥാപിക്കുക? അമൃത, ഇപ്പം നൽകാൻ കഴിയുന്ന പ്രധാന വിവരങ്ങളിലൊന്ന് നേരത്തെ പാക്കേജിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ അർദ്ധരാത്രി വരെ എമിറേറ്റ്സ് സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് യാത്രാ നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഇന്ന് ആരും വിമാനത്താവളത്തിലേക്ക് എത്തേണ്ടതില്ല എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിരുന്നത്. കാരണം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന ഭാഗങ്ങളിൽ പോലും വെള്ളക്കെട്ടാണ് ഉള്ളത്. വിമാനത്താവളങ്ങളിൽ നേരത്തെ ഇറങ്ങിയവർക്ക് പോലും പുറത്ത് കടക്കാൻ കഴിയാത്ത വിധത്തിൽ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിൽ ഇന്ന് ഇതിനൊക്കെ മറികടന്ന് എത്തിയവർക്കും വിമാന സർവീസ് ഇല്ല എന്നറിഞ്ഞ് തിരിച്ചു പോരേണ്ട അവസ്ഥയായിരുന്നു. മിക്ക പ്രധാന റോഡുകളിലും വെള്ളക്കെട്ടുണ്ട്. ദുബൈ DXB വിമാനത്താവളത്തിൽ മാത്രമല്ല, DWC എന്നറിയപ്പെടുന്ന ജബൽ അലിയിലെ മക്തൂം വിമാനത്താവളത്തിൽ ഇറങ്ങിയവർക്കും പുറത്തിറങ്ങാൻ കഴിയാതെ ഏറെ നേരം വലയേണ്ടി വന്നു. ഇപ്പോൾ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് മുൻഗണന നൽകിയിരിക്കുന്നത് എന്നാണ് മുനിസിപ്പാലിറ്റികളും അതേപോലെ തന്നെ അധികൃതരും പറയുന്നത്. അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും പമ്പ് വെച്ച് ഈ വെള്ളം പുറത്തേക്ക് അടിച്ചു കളയുകയാണ്. അത് ഒരു അടുത്ത 2 ദിവസം എങ്കിലും എടുക്കും. ഇത് പൂർണ്ണമായും പഴയ രൂപത്തിലേക്ക് എത്താൻ ഒരു 2 ദിവസമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ ദുബൈ വിമാനത്താവളത്തിലെ റൺവേയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിനും ഏതാണ്ട് അത്ര തന്നെ സമയമെടുക്കുന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നാളെ അർദ്ധരാത്രി വരെ എമിറേറ്റ്സ് ഈ ചെക്ക് ഇൻ നടപടികൾ അതേപോലെ തന്നെ യാത്രാ നടപടികളും നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്ന് ദുബൈയിലേക്ക് വന്ന 20-ലേറെ വിമാനങ്ങൾ അബുദാബി വിമാനത്താവളത്തിലേക്കും മറ്റും തിരിച്ചുവിട്ടതായിട്ട് അബുദാബി വിമാനത്താവളം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സമീപ പ്രദേശത്തെ പല വിമാനത്താവളങ്ങളിലേക്കും വിമാനങ്ങളെ തിരിച്ചുവിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഓപ്പറേഷൻ നടക്കുന്നത്. ഈ പ്രോസസ്സ് അടുത്ത ദിവസങ്ങളിൽ, അടുത്ത അർദ്ധരാത്രി വരെ തുടരും എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. മഴ ശമിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് UAE ആഭ്യന്തര മന്ത്രാലയം മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ പിൻവലിച്ചിട്ടുണ്ട്. ഇനി രക്ഷാപ്രവർത്തനങ്ങളുടെ സമയമാണ് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വ്യാപകമായ കൃഷിനാശമടക്കം പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു മരണമാണ് ഇതുവരെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നേരത്തെ ഇത്തരം മഴയുണ്ടാകുമെന്നും ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ആളപായം കുറയ്ക്കാൻ കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത്. അമൃത. ഷിനോജ്, അതുപോലെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും? അതാണ് മറ്റൊരു സുപ്രധാന വിവരം. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓൺലൈൻ പഠനത്തിലേക്ക് മാറാനായിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഇന്നുവരെയാണ് പല എമിറേറ്റുകളും ഈ നിർദ്ദേശം നൽകിയിരുന്നത്. സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളിയാഴ്ച വരെ, അതായത്
19 വരെ ഓൺലൈൻ പഠനത്തിൽ തന്നെ തുടരണം എന്നുള്ളതാണ്. കുട്ടികളുടെയും ഒക്കെ സുരക്ഷ കണക്കിലെടുത്തു. അതുപോലെ തന്നെ വെള്ളക്കെട്ടുള്ളത് കൊണ്ട് റോഡിലെ തിരക്ക് കുറക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് അടുത്ത ദിവസങ്ങളിൽ ഈ വെള്ളിയാഴ്ച വരെ ഓൺലൈൻ പഠനം തുടരണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നീട് ശനിയും ഞായറുമാണ്. അപ്പോൾ അന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. അതേപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഫെഡറൽ സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോടും വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി. ഈ 18, 19 തീയതികളിലും വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ടാകും. ശരി ഷിനോജ്.